കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു മദ്രാസ് ഹൈക്കോടതി എന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി നിരീക്ഷണങ്ങൾ കോടതിയുടേതായി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കരൂർ ദുരന്തത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ മദ്രാസ് ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ പ്രിൻസിപ്പൽ ബെഞ്ചിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവ് വരുന്നു. അതായത് ഈ കരൂർ അപകടത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. അത് നോർത്ത് സോൺ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം ഈ സംഭവം അന്വേഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ സർക്കാരിന്റെ ജുഡീഷ്യൽ അന്വേഷണം പുരോഗമിക്കുന്നു. പോലീസ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തുകയാണ്. കരൂർ DSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നോർത്ത് സോൺ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്നുള്ള നിർദ്ദേശം ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി പ്രിൻസിപ്പൽ ബെഞ്ച് നൽകിയിരിക്കുകയാണ്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് 10ഓളം ഹർജികളാണ് മദ്രാസ് ഹൈക്കോടതിയുടെ പ്രിൻസിപ്പൽ ബെഞ്ചും ഒപ്പം തന്നെ മധുരൈ ബെഞ്ചും നൽകിയിരുന്നത്. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകാൻ അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് അന്വേഷിച്ച് ഇതിൽ കൃത്യമായ റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിരൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ TVKയ്ക്കുമെതിരെ കോടതി ഉന്നയിച്ചത്. ഈ TVKയെ സംബന്ധിച്ചിടത്തോളം TVK പാർട്ടി എന്ന നിലയിലും വിജയ് എന്ന നേതാവ് എന്ന നിലയിലും അതിരൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്.